ഹലോ ഗായ്സ്, ഒരിടത്ത് ഭാവി മുഖ്യമന്ത്രിയെന്ന് ആരാധകരുടെ വിശേഷണം ഏറ്റുവാങ്ങിയ നടനാണ് വിജയ്. എന്നാൽ കാരൂർ ദുരന്തവും ജനനായകൻ വിവാദവും ഏറ്റവും ഒടുവിലായി വന്ന വിവാഹമോചന ഹർജിയും താരത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശനത്തിനിറങ്ങും മുമ്പ് കരിയറിലെ തൻ്റെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെയാണ് വിജയ് ജനനായകനുമായി എത്തിയത്. എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായികയായി എത്തിയിരിക്കുന്നത്. പ്രതിനായക വേഷത്തിൽ ബേബി ഡിയോൾ എത്തിയപ്പോൾ മലയാളത്തിൽ നിന്നും മമിത ബൈജുവും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതുവരെയും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ചിത്രം ഈ വർഷം പൊങ്കൽ റിലീസായി. ആഗോളതലത്തിൽ പുറത്തിറക്കാനായിരുന്നു KVN പ്രൊഡക്ഷൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് പ്രൊഡക്ഷൻ കമ്പനിക്ക് നേരിടേണ്ടി വന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകത്തിൻ്റെ റാലിക്കിടെ സെപ്റ്റംബർ 27-നാണ് കാരൂർ ദുരന്തം ഉണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 41 പേരുടെ മരണം സംഭവിച്ചതോടെ റാലി ഉൾപ്പെടെ TVKയുടെ എല്ലാ പരിപാടികളും അന്ന് റദ്ദാക്കിയിരുന്നു. അപകടത്തിന് ശേഷം വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചത് വലിയ രീതിയിലുള്ള വിവാദത്തിന് വഴിയൊരുക്കി. എന്നാൽ ഇപ്പോഴിതാ വിജയുടെ ഭാര്യ സംഗീത ചെങ്കൽപോട്ട് കോടതിയിൽ വിവാഹമോചന ഹർജി നൽകുകയും തെന്നിന്ത്യൻ സൂപ്പർ താരത്തിൽ നിന്നും ഭാവി തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആരാധകർ വാഴ്ത്തപ്പെട്ട വിജയുടെ പതനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിജയിയോട് ഹാജരാകാൻ വേണ്ടി കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 20-നാണ് ഹാജരാകേണ്ടത്. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് വിവാഹമോചന ഹർജിയിലെ പ്രധാന വാദം. കൂടാതെ ഗൗരവമേറിയ പല വാദങ്ങളും വിജയ്ക്ക് നേരെ സംഗീത ഉന്നയിക്കുന്നുണ്ട്. 2021 ഏപ്രിൽ മുതൽ പ്രമുഖ നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും ആ ബന്ധം അവസാനിപ്പിക്കാമെന്ന് തനിക്ക് വാക്ക് നൽകിയതായും വിജയ് ബന്ധം തുടർന്നു കൊണ്ടുപോവുകയാണെന്നും ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. 1998 ജൂലൈ 10-നായിരുന്നു വിജയുടെയും സംഗീതയുടെയും തമ്മിലുള്ള വിവാഹം. സംഗീത UK പൗരത്വമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടുതന്നെ UKയിൽ വെച്ചായിരുന്നു വിവാഹം. പിന്നീട് 1994 ഓഗസ്റ്റ് 25-ന് ചെന്നൈയിൽ ആചാരപ്രകാരം ചടങ്ങുകൾ നടത്തുകയായിരുന്നു. വിജയ് തന്നെ വൈകാരികമായും മാനസികമായും ശാരീരികമായും അവഗണിച്ചു. ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്നും പിന്മാറണമെന്നും സംഗീത ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആരോപിക്കപ്പെട്ട നടിയുമായി വിജയ് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അത് തനിക്കും കുട്ടികൾക്കും നാണക്കേടും കടുത്ത വേദനയുമാണ് സമ്മാനിച്ചത് എന്നും തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് സംഗീത ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ വിജയുടെ പ്രതികരണം ഇങ്ങനെ. മാർച്ച് 7-ന് നടന്ന വനിതാ ദിനാഘോഷ പരിപാടിയിൽ വിജയ് ഈ വിഷയത്തിൽ പരോക്ഷമായി പ്രതികരിച്ചു. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടെന്നും അവ താൻ നോക്കിക്കോളാമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണ്ടി ആരാധകർ വിഷമിക്കരുത് എന്നും താരം കൂട്ടിച്ചേർത്തു. കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതായും സൂചനയുണ്ട്. അതിൻ്റെ ഭാഗമായി സംഗീതക്കും മക്കൾക്കും 250 കോടി രൂപ ജീവനാംശം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.